കഴിഞ്ഞ വീഡിയോയിൽ ഒരു റിസ്യൂം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടു. ഏകദേശം നമുക്കൊരു റിസ്യൂം ഒരു വേർഡിലോ അതല്ലെങ്കിൽ ഗൂഗിൾ ഡോക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിസ്യൂം റൈറ്റ് ചെയ്യുന്നതിന് അതല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ ആളുകൾ നല്ല രീതിയിൽ പേ ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രൂഫോട് കൂടി കണ്ടു. ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 526 റിവ്യൂസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏകദേശം 1000 അടുത്തോ അല്ലെങ്കിൽ 700ഓളം ഒക്കെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ നോക്കി 23,184. അതായത് ഒരു റിസ്യൂം എഴുതുന്നതിന് ഒരു റിസ്യൂം എഴുതി കൊടുക്കുന്നതിന് അവർ വാങ്ങുന്നത് ഏകദേശം 23,184 രൂപയാണ്. ഈ ഫ്രീലാൻസിങ് ജോലികൾ, അതായത് ഒരു റിസ്യൂം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ റിസ്യൂം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഫ്രീലാൻസിങ് ജോലികൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഈ റിസ്യൂം ഡിസൈനിങ്ങിന് മറ്റൊരു സെക്ഷനിലൂടെ അല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറിയിലൂടെ നമുക്ക് വരുമാനം കണ്ടെത്താവുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതാണ്. എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ ഞാനൊരു കമന്റ് കണ്ടു. ഫൈവറിൽ ഒരുപാട് ഗിഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് മാസങ്ങളായി ഫൈവർ ട്രൈ ചെയ്യുന്നു, എനിക്കൊരു സക്സസ് അതിൽ കാണുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ആൻസറും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടല്ല, ഇത് സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇതിൽ നടക്കോ ഇല്ലയോ എന്ന് അറിയില്ല, എന്നാലും വെറുതെ നോക്കി നോക്കാം, അങ്ങനെ കരുതുന്ന ഒരു വിഭാഗമുണ്ട്. അതല്ലാതെ തന്നെ സീരിയസ് ആയിട്ട് എനിക്കിതിൽ സക്സസ് വേണം, കാരണം എൻ്റെ ജീവിത വരുമാനം അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള ഇൻകം കൊണ്ട് എനിക്ക് എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സോ എനിക്കൊരു ഇൻകം കിട്ടിയേ പറ്റൂ, അതുകൊണ്ട് ഞാനിത് എങ്ങനെ നടത്തിയെടുക്കും, അങ്ങനെ സീരിയസ് ആയിട്ട് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇത്തരം ആളുകളൊക്കെ തന്നെ നമുക്ക് ഈ ഫൈവറിൽ അല്ലെങ്കിൽ അപ്വർക്ക് പോലുള്ള ട്യൂട്ടോറിയലുകൾ കണ്ടിട്ടും അതിൻ്റെ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടും അതിൻ്റെതായ സക്സസ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ലെവൽ 1 സെല്ലറും ലെവൽ 2 സെല്ലറൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പലരും ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മുടെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഒരു പ്രൈവറ്റ് വീഡിയോ ലിങ്ക് എന്നൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ഉണ്ടായിരിക്കും ഇത്തരം സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും. അവരൊക്കെ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരെനിക്ക് അയച്ചെന്നുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കമൻറ്റിൽ കഴിഞ്ഞ വീഡിയോയുടെ അപ്ലോഡ് ചെയ്ത സമയത്തുള്ള ആ ഒരു കമൻറ്റിൽ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ ഫൈവറിൽ അഥവാ നിങ്ങൾക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടിയില്ല, അതായത് നിങ്ങൾ ഫൈവറിൽ ജസ്റ്റ് കുറേ ട്രൈ ചെയ്ത് നോക്കി, മാസങ്ങളോളം ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് എനിക്ക് ഫൈവറിലും നല്ലൊരു ഓർഡേഴ്സോ അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഒന്നും എനിക്ക് ഏൺ ചെയ്യാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ പുതിയൊരു പ്ലേലിസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് ഈ വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട്. അത് ഫൈവറിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു ട്യൂട്ടോറിയൽ സെക്ഷൻ കൂടി കിടക്കുകയാണ്, ഓൺലൈൻ ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല്ലിംഗ്. ഓൺലൈൻ ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല്ലിംഗിൽ ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് എറ്റ്സി എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. യു എസിലും അതേപോലെ കാനഡയിലൊക്കെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്ത് വന്നിരുന്ന ഒരു വെബ്സൈറ്റാണ് എറ്റ്സി എന്നുള്ളത്. ഈ എറ്റ്സിയിൽ നമ്മൾ കുറച്ച് മുൻപ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫ്രീലാൻസിങ് ജോബിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചൊരു ടേം ഉണ്ടായിരുന്നല്ലോ, റിസ്യൂം ഡിസൈൻ. റിസ്യൂംസിൻ്റെ ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ക്രിയേറ്റ് ചെയ്ത റിസ്യൂമുകൾ നമുക്ക് എറ്റ്സിയിൽ സെല്ല് ചെയ്യാൻ സാധിക്കും. ഈ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമുക്ക് എറ്റ്സിയിൽ കാണാൻ സാധിക്കും, ഓരോ പ്രൊഡക്റ്റുകൾ ഓരോ ആൾക്കാർ ഇങ്ങനെ സെല്ല് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പോൾ ഈ വാച്ചോ ക്ലോക്കൊക്കെ സെല്ല് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകളും ഇവിടെ സെല്ല് ചെയ്യാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. എറ്റ്സിയിൽ വന്നതിന് ശേഷം റിസ്യൂം ടെംപ്ലേറ്റ് വേർഡ്, അതുപോലെ ഗൂഗിൾ ഡോക്യുമെന്റ്, ഇങ്ങനെ ഒട്ടനവധി പ്ലാറ്റ്ഫോമുകൾ ചെയ്തിട്ടുള്ള റിസ്യൂം ടെംപ്ലേറ്റുകളെല്ലാം തന്നെ ഇവിടെ സെല്ലിനിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ഗൂഗിൾ ഡോക്കിലെ കേസായിരുന്നു. ഗൂഗിൾ ഡോക്ക് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗൂഗിൾ ഡോക്ക് റിസ്യൂം ടെംപ്ലേറ്റ്, ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടെ സെല്ല് ചെയ്യുന്നത് ഏകദേശം $6 US ഡോളർ 6.60 സെല്ല് ചെയ്യുന്നത്. അതുപോലെ 8.20, 9.38 ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ടെംപ്ലേറ്റ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ നമുക്ക് ആ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്. അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന കുറച്ച് ഫ്രീ ടെംപ്ലേറ്റുകളുടെ കേസോടെ പറഞ്ഞു. ഈ ടെംപ്ലേറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഡൗൺലോഡ് ചെയ്തിട്ട് ഡോക്ക് ഫയലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എറ്റ്സിയിൽ വന്നിട്ട് ഇത് സെല്ല് ചെയ്യാൻ സാധിക്കും. എറ്റ്സിയിൽ വന്ന് സെല്ല് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും ആ ഒരു ടേമിൽ നിന്നും നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു സെല്ലറുടെ സെയിലൊന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ ഏകദേശം 14,056 സെയിൽ ഇദ്ദേഹത്തിന് നടന്നിട്ടുണ്ട്. $9.38, ഏകദേശം 700 രൂപയുടെ അടുത്താണ് ഇദ്ദേഹം ഈ ടെംപ്ലേറ്റ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ ഒരിക്കൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ കണ്ടന്റ് വാങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു, അപ്പോൾ നമുക്ക് 700 രൂപ കിട്ടി. എറ്റ്സിയിൽ ഇത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കിടക്കണം. ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് പോകത്തൊന്നുമില്ല, നമുക്കത് എത്ര വേണമെങ്കിലും സെല്ല് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം
ടെംപ്ലേറ്റ് ആണത്. നമ്മുടെ ടെംപ്ലേറ്റ് നമ്മൾ ഗൂഗിൾ ഡോക്കോ മറ്റേതെങ്കിലും വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഡോക്ക് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ്. അത് സെല്ല് ചെയ്യാനുള്ള ലൈസൻസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും ഇതിവിടെ സെല്ല് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏകദേശം 14,056 സെയിൽ ഈ ഒരു അക്കൗണ്ടിൽ ഈ ഒരു സെല്ലർ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം സെല്ല് ചെയ്യുന്നത് കംപ്ലീറ്റ് റിസ്യൂംസ് ആണ്. റിസ്യൂമിൻ്റെ കേസ് ഇത്ര നല്ല റിസ്യൂമിൻ്റെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എച്ചിയിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസ്യൂം സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ലൊരു ഐഡിയ കിട്ടും. റിസ്യൂംസ് എങ്ങനെ നമുക്ക് ഇതിൽ നല്ല രീതിയിൽ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽ നടക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും over 20 people have this in their basket and 15 people have their in their basket എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഈ ഓരോ ടെംപ്ലേറ്റുകളും. അപ്പോൾ നമുക്കും തന്നെ നല്ല രീതിയിലൊരു ഏണിങ് കണ്ടെത്താൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ റിസ്യൂം ഡിസൈനിങ് അല്ലെങ്കിൽ റിസ്യൂം റൈറ്റിംഗ് അല്ലെങ്കിൽ റിസ്യൂം ടെംപ്ലേറ്റ് മേക്കിംഗ് എന്നൊക്കെ പറയുന്ന ഈ ഏരിയ. നമുക്ക് ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ, ഗുരു പോലുള്ള വെബ്സൈറ്റുകളിൽ ഇതൊരു സർവീസായിട്ടും പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ഡോക്ക് ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്കോ മൊബൈൽ ഫോണിലേക്കോ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എച്ചിയിൽ വന്നിട്ട് ഇത് സെല്ല് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെല്ലർ ഏകദേശം 14,056 സെയിൽ ഈ ഒരു ടൈം കൊണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന കംപ്ലീറ്റ് റിസ്യൂം ടെംപ്ലേറ്റുകൾ തന്നെയാണ് കേട്ടോ. റിസ്യൂം ടെംപ്ലേറ്റുകളാണ് ഇവർ ചെയ്യുന്നതെല്ലാം തന്നെ. ഇതിൻ്റെ എമൗണ്ട് നോക്കിയേ, ഏകദേശം $9, $10, $11 ഈ ഒരു റേഞ്ചിൽ, $10-11 റേഞ്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക റിസ്യൂമുകളും കിടക്കുന്നത്, ടെംപ്ലേറ്റുകളും കിടക്കുന്നത്. അപ്പോൾ നമുക്കും തന്നെ ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ നമ്മൾ ഓരോന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൂഗിൾ ഡോക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ചിട്ടോ ഫോട്ടോഷോപ്പോ ഇല്ലുസ്ട്രേറ്റർ അല്ലെങ്കിൽ ക്യാൻവ യൂസ് ചെയ്തിട്ടോ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യുന്ന ആ ടെംപ്ലേറ്റുകൾ, അതിൻ്റെ ഓണർ പിന്നെ നമ്മളാണ്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മുടെ കഴിവ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി വെച്ച് ഡിസൈൻ ചെയ്തൊരു കണ്ടൻറ്റാണത്. അത് നമുക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള എറ്റ്സി പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വളരെ നല്ലൊരു എമൗണ്ടിന് നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. $5 ഇത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടാലും $9 സെല്ല് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു $5 സെല്ല് ചെയ്യാം, $5-4 നമുക്ക് സെല്ല് ചെയ്യാം. എങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് തന്നെ ഒരു 100 തവണ സെല്ലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $400 ആയി. ഇത് വൺ ടൈം വർക്കാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എറ്റ്സിയിൽ നമ്മളിത് ലിസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സമയം മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. ഒരു വൺ ടൈം വർക്ക് മാത്രമാണിത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു ഏരിയയ്ക്ക് തിരിഞ്ഞു നോക്കിയാൽ വേണ്ട നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരുന്നത് ഇങ്ങനെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഓരോ ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇത്തരത്തിൽ നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന ഒട്ടനവധി പ്രൊഫൈലുകൾ നമുക്ക് എറ്റ്സിയിൽ കാണാൻ സാധിക്കും. ഒരുപാട് സെല്ലേഴ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു അക്കൗണ്ട് കൂടി നമുക്ക് പരിശോധിക്കാം. 22,640 സെയിലുകൾ ഈ സമയം കൊണ്ട് നടന്നിട്ടുണ്ട്. ഇദ്ദേഹം സെല്ല് ചെയ്യുന്ന സർവീസുകൾ അല്ലെങ്കിൽ ഇദ്ദേഹം സെല്ല് ചെയ്യുന്ന ടെംപ്ലേറ്റുകൾ ഏകദേശം 18.29, അതുപോലെ 19 ഏകദേശം $20 അടുത്ത്, ദെൻ $10 തുടങ്ങിയിട്ടുള്ള എമൗണ്ടിനാണ് ഇവർ ഈ ടെംപ്ലേറ്റുകൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് ഏകദേശം $15 ഇദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക ടെംപ്ലേറ്റുകളിലും ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന എമൗണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് തന്നെ കേട്ടോ. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ കണ്ടന്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു എമൗണ്ട്, അത് നമുക്ക് 8, 10, 5, 15, 20, 30 എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്കിടാം. അപ്പോൾ നമ്മുടെ സ്റ്റോർ നല്ലൊരു റേഞ്ചിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിവ്യൂസും അതുപോലെ നമുക്ക് ഒരുപാട് സെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എമൗണ്ട് കുറച്ച് കൂട്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ആളുകൾ വാങ്ങിയ കണ്ടന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ആ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് നോക്കി, ഏകദേശം $15 ആണെങ്കിൽ കൂടി ഇപ്പോൾ ഇവിടെ 18 അതുപോലെ $20 കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു ഏകദേശം കണക്കെടുത്ത് ഒരു $15 ഇവർ ഇത്തരം സെയിൽ നടത്തിയത് എന്നെങ്കിൽ കൂടി, അതായത് ഇന്നത്തെ നിരക്ക് പ്രകാരം 1,123 രൂപ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എമൗണ്ട് ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഒരു സ്റ്റോർ കൊണ്ട്, ഈ ഒരു എച്ച്സി സ്റ്റോർ കൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, അദ്ദേഹം നേടിയിട്ടുള്ള എമൗണ്ട്, അയാളുടെ ഇൻകം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിലേക്ക് ആകർഷിക്കുന്ന കാര്യം അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ. കാരണം മറ്റ് പ്രൊഡക്റ്റുകൾ, ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ നമ്മൾ ഓൺലൈനിൽ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാനുഫാക്ചറിങ് എമൗണ്ട് വരുന്നുണ്ട്, ഓരോ കണ്ടന്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് എങ്ങനെയാണ്, ഇത് നമ്മൾ ഒരിക്കൽ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അത് എത്ര വേണമെങ്കിലും എത്ര ആൾക്ക് വേണമെന്നുണ്ടെങ്കിലും അത് സെല്ല് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇവിടെയുള്ള സക്സസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എമൗണ്ട് മുഴുവൻ തന്നെ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന എമൗണ്ടാണ്. മറ്റൊരു മാനുഫാക്ചറിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ടോ, ഇനി അതുമല്ല ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ടോ ഒന്നും തന്നെ പോകുന്നില്ല. ഇതിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ആളുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് മെയിലിലേക്ക് ഈ ഫയൽ കിട്ടും. അത് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ എച്ച്സിയിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈ കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഇവർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഫയൽ അവർക്ക് ഇമെയിലിൽ ലഭിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രീതിയിലുള്ള എമൗണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങളിപ്പോൾ ഈ എമൗണ്ട് കണ്ടല്ലോ, നമ്മുടെ
ഇപ്പോഴും നമ്മൾ പലരും തന്നെ ഈ ക്യാപ്ചർ ടൈപ്പിങ്ങും അതേപോലെ വീഡിയോ കണ്ട് വരുമാനം ഉണ്ടാക്കാനും ഗെയിം കളിച്ച് വരുമാനം ഉണ്ടാക്കാനും ഇതിനൊക്കെ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല റിയൽ മണി മേക്കിംഗ് സിസ്റ്റം ആണ് ഇത് കാണുന്നതെല്ലാം തന്നെ. അപ്പോൾ നമുക്കും ഇനി ഇതുപോലൊക്കെ ചെയ്തു നോക്കാം. നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു നോക്കാം. ഞാൻ എൻ്റെ സ്റ്റോറിൻ്റെ കേസുകൾ ജസ്റ്റ് ഒന്ന് കൂടെ കാണിച്ചു തരാം. എൻ്റെ എറ്റ്സി സ്റ്റോർ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് മാസങ്ങളാകുന്നുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതിപ്പോൾ 7 ദിവസത്തെ റിസൾട്ടാണ് കാണുന്നത്. 7 ദിവസത്തെ റിസൾട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഫിൽറ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഓർഡറിൻ്റെ അക്കൗണ്ടും അതേപോലെ റവന്യൂവിൻ്റെ അക്കൗണ്ടുമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് റിസ്യൂം പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എറ്റ്സി പോലുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഫ്രീലാൻസിങ്ങിലൂടെ തന്നെ നമുക്ക് നല്ലൊരു ഇൻകം ഈ റിസ്യൂം റൈറ്റിംഗ് റിസ്യൂം ഡിസൈനിങ് ഒക്കെ ഒന്ന് നേടാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഫൈവറിൽ നല്ലൊരു സക്സസ് ആവാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എറ്റ്സിയിൽ വന്നിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ പ്രൊഡക്റ്റുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്നും അത് സെയിലാവാൻ ചാൻസ് കൂടുതലാണ്. നല്ലൊരു എമൗണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്രൈവറ്റ് വീഡിയോ ലിങ്ക് പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളോടാണ്, നമ്മുടെ പ്രീമിയം സ്റ്റുഡൻസിനോടാണ്. ടോട്ടൽ ബണ്ടിലെ 5ാമത്തെ ചാപ്റ്റർ നോക്കുക, 0 ഇൻവെസ്റ്റ്മെന്റ് ഓൺലൈൻ ബിസിനസ്. ഈ ഒരു ടേമിലാണ് നമ്മളിപ്പോൾ എറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. എറ്റ്സി പോലുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ സമ്പാദിക്കണം എന്നുള്ള കേസ് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ ബണ്ടിലിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബോണസ് പാക്കുകൾ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ ആയിട്ട് ഒരു പാക്ക് അതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഈ പാക്കിൽ കൊടുത്തിട്ടുള്ള, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 100 ഫ്ലയേഴ്സിൻ്റെ ഡിസൈൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 100 ഫ്ലയേഴ്സിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇപ്പോൾ 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ഫൈവർ, അപ്വർക്ക്, ഗുരു, ഫ്രീലാൻസർ തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെ എന്ത് ചെയ്യാം, ഫ്ലയേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്, കംപ്ലീറ്റ് പാക്ക് ഇതിലുണ്ട്. ഒരുപാട് ഡിസൈൻസുകൾ അതിലുണ്ട്. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് നിങ്ങളുടെ ക്ലയൻറ്റ് നിങ്ങൾക്ക് തരുന്ന കണ്ടന്റുകൾ ഇതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ലോഗോ ഡിസൈനിങ്ങിനും അതുപോലെ ബിസിനസ് കാർഡ് ഡിസൈനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ, ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ഈ ബോണസ് പാക്കിനകത്തുണ്ട്. അപ്പോൾ ഈ പാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് ഫ്രീലാൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ നിന്നൊരു ബിസിനസ് കാർഡ് നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അത് നിങ്ങളുടേതായ രീതിയിൽ PSD ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് സേവ് ചെയ്തിട്ടുള്ള ആ ഫയലിന് നമുക്ക് എന്ത് ചെയ്യാം, എറ്റ്സിയിൽ പോയിട്ട് അല്ലെങ്കിൽ eBayയിൽ പോയിട്ട് നമുക്കത് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 0 ഇൻവെസ്റ്റ്മെന്റ് ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു 8000 ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ലിങ്കും അതേപോലെ തന്നെ 10,000-ൽ കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും തന്നിട്ടുണ്ട്. അത് മറ്റൊന്നിനുമല്ല, ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം eBayയിലോ അല്ലെങ്കിൽ എറ്റ്സിയിലോ ഒക്കെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ട്രാഫിക്കും അതേപോലെ സെയിലും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോണസ് പാക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല നമ്മുടെ ഫൈവറിലും അതുപോലെ അപ്വർക്കിലൊക്കെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഓൺലൈനായിട്ട് സെല്ല് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഈ കണ്ടന്റ്, ഈ ബോണസ് പാക്കുകൾ നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടേതായ രീതിയിൽ ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങളത് സെല്ല് ചെയ്യാൻ. കാരണം അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ പ്രൊഡക്റ്റ് നമ്മുടേതാണ്, അതിൻ്റെ ലൈസൻസ് നമ്മുടേതാണ്, നമുക്കത് ആർക്കും എത്ര രൂപയ്ക്ക് വേണമെങ്കിലും സെല്ല് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുവരെ പർച്ചേസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുക. താല്പര്യമുള്ള ആളുകൾ അതിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി.